വിദ്യാസാഗർ ഗുരുമൂർത്തി, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കേണ്ടത് PFI പോലുള്ള നിരോധിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ, അല്ലേ? സ്ലോലി. തീർച്ചയായിട്ടും അത് എന്താ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബേസിക്കലി ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ സംഘടനയെ നിരോധിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു അങ്കലാപ്പാണ്. കാരണം മതം എന്നത് അടിസ്ഥാന അവകാശമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൽ ആർട്ടിക്കിൾ 25, 26 ഒക്കെ പറയുന്ന പോലെ ഈ ഫ്രീഡം ടു പ്രാക്ടീസ് ആൻഡ് പ്രീച്ച് വൺസ് റിലിജൻ എന്ന ആ ഒരു സംഗതിയാണല്ലോ ഇവരെല്ലാവരും ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ബേസിക് സംഗതി അവിടെ കിടക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഇനി എന്തൊക്കെ ഈ PFI നിരോധിച്ചാലും നാട്ടിലുള്ള മദ്രസകളിലൂടെ ഇവർക്ക് ഇതേ കാര്യം നിർബാധം പഠിപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വളരെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മത കേന്ദ്രീകൃത സമൂഹമാണ് മുസ്ലിം സമൂഹം. മറ്റു സമൂഹങ്ങളെക്കാൾ ഏറിയ തോതിൽ ചെറുപ്പത്തിലെ 4 വയസ്സിലെ കുഞ്ഞുങ്ങളെ മതം നിർബന്ധിതമായി പഠിപ്പിക്കുന്ന ഒരു വലിയ സംഘടനാ സ്വഭാവമുള്ള, രാഷ്ട്രീയ സംഘടനാ സ്വഭാവമുള്ള ഒരു മതമാണത്. അപ്പൊ അതിൽ വന്ന് പൊട്ടിമുളച്ച ഒരു സംഘടനയെ നിരോധിച്ചു അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി എന്നതുകൊണ്ട് അതില്ലാതാവുന്നില്ല. ലോകം മുഴുവൻ ഇതൊരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്കാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോ ഇപ്പൊ എങ്ങനെയാ വെച്ചാല് PFI ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെയാണ് 1921 ഇവർ ഇത്രയും വലിയ ക്രൂരമായ ഹൈന്ദവ വേട്ട നടത്തിയത്? അന്ന് PFI ഉണ്ടായിട്ടാ? അല്ല. അവരെ സംബന്ധിച്ച് മതം തന്നെ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള, അല്ലെങ്കിൽ മതം തന്നെ അത്യന്തം സംഘടിത ആക്രമണങ്ങൾ നടത്താൻ കെൽപ്പുള്ള രീതിയിലാണ് അതിനെ മുഹമ്മദ് നബി പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ ഇറ്റ്സ് വെരി ഡിസൈൻ ദാറ്റ് കൈൻഡ് ഓഫ് അട്രോസിറ്റി ഇസ് ദേർ. ആ ഒരു ക്രൂരത, നൃശംസത ചെയ്യാനുള്ള ആ ഒരു ബേസിക് ബീജം എന്താണ്? ഇത് മാത്രമാണ് ദൈവം, മറ്റൊന്നും ദൈവം അല്ല. അപ്പൊ തന്നെ എന്തായി? വർഗീയതയായി, അസഹിഷ്ണുതയായി. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇതുവരെ പ്രാർത്ഥിച്ചിരുന്ന ഒന്നും ദൈവങ്ങളല്ല, ഇനി ഇത് മാത്രമാണ് ദൈവം, അല്ലെങ്കിൽ ഇത് ഇദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്, ഇനി ആരും വരില്ല എന്നൊക്കെയുള്ള അടഞ്ഞ, അതായത് ഒരു തരത്തിലും ചർച്ചയ്ക്കോ ഡിസ്കഷനോ അല്ലെങ്കിൽ പിന്നെ ബ്രെയിൻ സ്റ്റോമിങ്ങിനോ ഒന്നും ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു മത സംവിധാനമാണത്. അതിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് 4 വയസ്സ് 3 വയസ്സൊക്കെ തുടങ്ങുമ്പോഴേ ഈ ഒരു സംഗതി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അത് എങ്ങനെ പഠിപ്പിക്കുന്ന വെച്ചാൽ അതീവ ഗുരുതരമായ മാനസികാഘാതമാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്. അടിച്ച് ചെരിപ്പെടുത്തിയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഫിസിക്കൽ ടോർച്ചർ അതെ, ഫിസിക്കൽ ടോർച്ചർ ഇസ് ടു ഹൈ ഇൻ മദ്രസാസ് ഓൾ ഓവർ ദ വേൾഡ്. കേരളത്തിലോ ഇന്ത്യയിലോ ഞാനൊരു മദ്രസയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എന്തോ അടിയാണ് അയാൾ അടിക്കുന്ന കുട്ടിയെ. ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. ചില ഹൈന്ദവ സ്ഥാപനങ്ങളിൽ ഇങ്ങനത്തെ തെമ്മാടിത്തരം നടക്കുന്നുള്ളൂ. രണ്ടും പറയണല്ലോ. ഞാൻ അങ്ങനെയും വീഡിയോ ചില അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടു. ചില ഹൈന്ദവ സ്ഥാപനങ്ങളും കുട്ടികളെ അനാഥാലയത്തിൽ അടിച്ച് ശരിപ്പെടുത്താൻ കണ്ടു. അപ്പൊ ഇതൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന് പൊതുവെ ബേസിക്കലി കഴിഞ്ഞൊരു 25 കൊല്ലമായിട്ട് അനിൽജിക്ക് ഒബ്സർവ് ചെയ്തറിയാം, മനുഷ്യന് മനുഷ്യത്വം ഒരു സാധനമേ ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അത്യന്തം അപകടകരമായ ഒരു മതസത്വചിന്തയും കൂടി കൊണ്ടുവന്ന, മത സംവിധാനം കൂടി കൊണ്ടുവന്നാൽ അത് വലിയ എന്താ പറയാ ആറ്റം ബോംബിന്റെ ഫലമല്ലേ ചെയ്യുക. 1. 2, സത്യസരണി ബേസിക്കലി എന്താണ്? സത്യസരണി അവർ പറയുന്നത് ഒരു റിലീജിയസ് എഡ്യൂക്കേഷൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ മതപരമായ വിദ്യാഭ്യാസം എന്ന് അവർ പറയുമ്പോൾ ഈ പൊട്ടൻ സർക്കാർ എന്ത് വിചാരിക്കുന്നു? എല്ലാ മതങ്ങളെയും പോലെ മതത്തിന്റെ ഗുണങ്ങൾ പഠിപ്പിക്കുകയാണെന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ഇതര മതത്തിൽപ്പെട്ട പോട്ടയിലെ ക്രിസ്ത്യാനികളുടെ പോട്ട ആശ്രമം എന്ന് പറയുന്ന പോലാണ്. അതും ഇതുപോലെ തന്നെ ഒരുപാട് കേസുകൾ, 900ഓളം ക്യൂരിയസ് ഡെത്തുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. ക്രൂരമായി രോഗികൾക്ക് അമിതമായി മരുന്ന് കൊടുത്തിട്ട് കൊന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട ഈ 2 മതങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം ലോകം കൈയടക്കുക, മാക്സിമം ഭൂമി കൈയടക്കുക, മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ ഭരിക്കുക എന്നുള്ളൊരു വലിയ ഭരിക്കാനുള്ള ത്വരയാണ് ഇവരുടെ 2 കൂട്ടരുടെ ഉള്ളിലുള്ളത്. അതിൽ ക്രിസ്ത്യാനികൾ കുറെയൊക്കെ ഇതര സമൂഹങ്ങളിലായിട്ട് ജീവിച്ച് മറ്റു രീതിയിലൊക്കെ ഒന്ന് ഒതുങ്ങിയെങ്കിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും പോട്ടെ കേരളത്തിൽ തന്നെയാണ് 900ഓളം ക്യൂരിയസ് ഡെത്തുകളാണ് നടന്നിട്ടുള്ള. അവിടെ മിസ്റ്റീരിയസ് ഡെത്തുകളാണ്. അതുപോലെ സത്യസരണി ചെയ്യുന്നതും ഇതേപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന്റെ പേരിൽ, മതത്തിന്റെ പ്രാക്ടീസിന്റെ പേരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ലവ് ജിഹാദിലൂടെയും മറ്റും പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് പഠിപ്പിക്കുകയാണ് മതം. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പെറ്റമ്മ കാല് പിടിച്ച് കരയാണ് കോടതിയുടെ മുമ്പിൽ നിന്ന്, മോളെ വിട്ടുപോകല്ലേ മോളെ എന്ന് കരയുമ്പോ ആ കാലുകൊണ്ട് അമ്മയെ തട്ടി മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് പോകുമ്പോ എന്ത് മാനുഷിക ബന്ധമാണ് അവിടെ ഉണ്ടാവുന്നത്? അങ്ങനെയല്ലേ നമുക്കൊരു കുട്ടി, അഖില എന്ന കുട്ടിയുടെ അറിയാമല്ലോ, അത് പിന്നെ ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞില്ല,
മതം മതം മാറ്റുന്നതിന് കൃത്യമായിട്ട് ഇതിൽ ഈ PFI ഓഫീസുകൾ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ ലീഫ്ലെറ്റുകളുണ്ടല്ലോ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹിന്ദു ബ്രാഹ്മിൻ ഗേൾ 5 ലക്ഷം രൂപ, ഹിന്ദു ക്ഷത്രിയ ഗേൾ 4.5 lakh rupees, ഹിന്ദു OBC SC ST 2 lakh rupees, ജെയിൻ ഗേൾ 3 lakh rupees. ഗുജറാത്ത് ഏതോ വിവരമില്ലാത്ത ഏതോ ഉണ്ടാക്കിയതാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് അല്ലല്ല 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താണ്? ഈ ഇസ്ലാമിക സംഘം 5 ലക്ഷം, അത് ഏതോ ഒരുത്തൻ വിഡ്ഢി ഇതിനെയൊന്നും ആവേശം മൂത്തിട്ട് ഉണ്ടാക്കിയ, അത് സത്യം പറഞ്ഞാൽ നമുക്ക് അത് ശരിയായ പ്രവചനമല്ല. 5 ലക്ഷം എന്നൊന്നുമല്ല, അവർ കുടുംബങ്ങളെ ഒന്നിച്ചാണ് മാറ്റുന്നത്. നിങ്ങൾ അറിയാത്തോണ്ടാണ്. ഇതിപ്പോ എനിക്കറിയാവുന്ന, നേരിട്ട് അറിയാവുന്ന 1-2 കേസുകളുണ്ട്. 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒന്നുമല്ല. ഇസ്ലാമിക സംഘടനകളെ സംബന്ധിച്ച് 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവർ ചായ കുടിക്കാനുള്ള പൈസ തരുന്നില്ല. കോടികളുടെ ഡീലാണ് എല്ലാത്തിനും നടക്കുന്നത്. കോടികൾ അവർക്ക് കൊടുക്കുന്നല്ല, കോടികളുടെ ഡീലാണ് ഓരോ മതം മാറ്റത്തിലും വിദേശ രാജ്യങ്ങളെ വില പേശി കൊണ്ടുവരുന്നത്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കും ചിലപ്പോ. അല്ലല്ല, അതൊന്നുമല്ല. അതിനൊക്കെ അപ്പുറത്താണ്. എനിക്ക് അറിയാവുന്ന ഒരു നേരിട്ട് ഞാൻ ഇടപെട്ട കേസ് തന്നെയുണ്ട്. അത് ഇത്രയും തുകയൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. കാരണം അയാളുടെ ജീവിത രീതി അങ്ങേയറ്റം മാറി. ഇപ്പൊ ഒരു കാറ് വാങ്ങണേ 5 ലക്ഷം മതിയോ? പോരല്ലോ. അയാൾക്ക് ഒരു വലിയ കാറ്, സ്വിഫ്റ്റ് കാർ, അത്യാവശ്യം നല്ല കാറാണ് സ്വിഫ്റ്റ് കാർ വാങ്ങി കൊടുത്തിരിക്കുന്നു. അയാളെ മൊത്തത്തിൽ ജീവിത രീതി. അപ്പൊ 5 ലക്ഷം ഒന്നും കൊണ്ട് നടക്കില്ല. അപ്പൊ നമ്മള് ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് ഇതേ കാര്യം. അതായത് ഞങ്ങളുടെ കോഴിക്കോട് പിന്നെ ഒരു സംഭവം നടന്നു. ഇതുപോലെ ഒരു കുടുംബത്തിന്റെ ബാങ്കിൽ വലിയ കടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കടം ഇവർ അടച്ചു കൊടുക്കാന്ന് പാസ്റ്റർമാരെ സമീപിച്ചിട്ട് കടം മുഴുവൻ അടച്ചു കൊടുക്കുകയും വീട് പണിത് കൊടുക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അപ്പൊ അത്രത്തോളം പണം മതപരിവർത്തനത്തിന് വേണ്ടി 2 മതങ്ങളും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ഇവർ ഇടിച്ചു നിരത്തുന്ന ചുവന്ന കുന്ന് ഹിന്ദുമതമാണ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് നാഥനില കളരിയാണ്. ഇവിടെ എന്ത് വേണേലും പറയാം, എന്ത് വേണേ. ഇപ്പൊ നേരത്തെ നമ്മുടെ ഡോക്ടർ പറഞ്ഞൊരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്, ശ്രീ സത്യസായി ബാബയുടെ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ആനന്ദ്കുമാർ. അയാൾ സ്വയം ഉണ്ടാക്കിയ സായി സംഘടനയാണത്. അത് പണ്ടേ തന്നെ സത്യസായി സംഘടന, ഒഫീഷ്യൽ സംഘടന പത്രക്കുറിപ്പ് ഇറക്കിയതാണ്. 96-ൽ തന്നെ ഇങ്ങനത്തെ പല ജാതികളുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് 96-ലും 2000-ലും 2003-ലും ഒക്കെ അവര് പത്രക്കുറിപ്പ് ഇറക്കിയതാണ് സത്യസായി സെൻട്രൽ ഓർഗനൈസേഷൻ. ഇയാൾ 2004-ല് അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോൾ ഞാൻ അന്വേഷിച്ച് ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുത്തതാണ്. അന്നേ തട്ടിപ്പ് ഇദ്ദേഹത്തിന്റെ രക്തത്തിലുണ്ട്. അത് നോക്കൂ, സത്യസായി സംഘടനകൾ ലോകം മുഴുവൻ ഗ്ലോബലി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അവരൊരിക്കലും ഇങ്ങനത്തെ ഇത് നോക്കൂ, ഇവിടെ രാഷ്ട്രീയക്കാരുടെ പ്രളയമല്ല. നിങ്ങൾ നോക്കൂ, അതിന്റെ രീതി തന്നെ നോക്കൂ. അപ്പോ ഈ ആനന്ദ്കുമാർ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരൻ ഒരു കാരണവശാലും പുട്ടപർത്തിയിൽ അയാൾ സത്യസായി ബാബയുടെ അടുത്ത് പോലും പോയിട്ട് എനിക്ക് സംശയമാണ്. അത്രയധികം സത്യസായി ഓർഗനൈസേഷൻ ആദ്യം മുതലേ തള്ളി പറഞ്ഞിട്ടുള്ള സംഘടനയാണ് ഇത്. കാരണം ഇയാൾ സ്വന്തമായിട്ട് സ്വകാര്യ സ്ഥാപനമാണ് ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് ആനന്ദ്കുമാർ നടത്തുന്നത്. ആർക്കെങ്കിലും പ്രേക്ഷകർക്ക് ഇത് സത്യസായി സെൻട്രൽ ഓർഗനൈസേഷന്റെ ആണെന്ന് തോന്നിയാൽ ഇത് തെറ്റാണ്. അത് ഔദ്യോഗികമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അനിൽജി പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പൊ പോട്ടയിലെ ആശ്രമം നടത്തുന്നത് പാസ്റ്റർമാരല്ല, കത്തോലിക്ക സഭയുടേതാണ്. കൃപാസനം കത്തോലിക്ക സഭയുടെയാണ്. ഇവിടെയൊക്കെ മതം മാറ്റം സജീവമാണ്. അപകടത്തിൽപ്പെട്ട ആളുടെ ബ്രെയിൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ശരിയായി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപകടത്തിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞു പോയ ആളുടെ ബ്രെയിൻ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കൃപാസനം പത്രത്തിൽ ഉടമ്പടി ഇട്ടപ്പോൾ ബ്രെയിൻ ശരിയായി എന്ന് പറഞ്ഞവർക്ക് പോപ്പ് കുറെ ദിവസങ്ങളുടെ ആശുപത്രിയിലാണ്. ഒരു കൃപാസനം പത്രം കൊടുത്തു വിടാനുള്ള ധൈര്യമോ ശക്തിയോ ഉണ്ടാവാത്ത എന്താണ്? അപ്പൊ ഇവിടെ മതവിമർശനം എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരു അപകടവും, അതേപോലെ തന്നെ മതത്തെ ഈ നൂറ്റാണ്ടിലും എല്ലാ വൃത്തികേടും കാണിച്ച് മതം മാറ്റാൻ വേണ്ടി നടക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. 2 വിഭാഗക്കാരും ഈ മതപരിവർത്തനത്തിന് വേണ്ടി ചെയ്യുന്നതിൽ ഒരു വിഭാഗക്കാര് മതം വെച്ചിട്ട് ആ മതത്തിന്റെ വലിപ്പം കൂട്ടാനും രാജ്യഭരണം എങ്ങനെങ്കിലും കൈയാളാനും വേണ്ടിയാണ് ചെയ്യുന്നത്. മറ്റവർ ചെയ്യുന്നത് ആളുകളെ മതം മാറ്റി തീവ്രവാദികളായി റിക്രൂട്ട് ചെയ്യാണ്. രണ്ടും ഡേഞ്ചറാണ്. ഒന്ന് ക്യാൻസറസ് ആണെങ്കിൽ മറ്റൊന്ന് ഹൃദയാഘാതം പോലെയാണ്. ഇപ്പൊ ഇസ്ലാം മതത്തിലേക്ക് മാറിയ ഒരു പെൺകുട്ടി ഉടനെ തന്നെ സിറിയയിൽ വിടുകയാണ്. ഉടനെ തന്നെ അവളെ ആട് മേയ്ക്കാനാണ് പോകുന്നതെന്ന് പറയുന്നത്. അവിടെ എന്തിനെത്ര കഷ്ടപ്പെട്ട് ആട് മേയ്ക്കുന്നത് പോയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പോയിട്ട് ആട് മേയ്ക്കാൻ പോകുന്നു പറഞ്ഞാൽ അവിടെ പോയി പൊട്ടിത്തെറിക്കുകയാണ്. അവിടുന്ന് ഇപ്പോ നമ്മുടെ ആറ്റുകാലുണ്ടായിരുന്ന, ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രവാചകൻ ആട് മേയ്ച്ചിരുന്ന ആളാണ്. അപ്പൊ പ്രവാചകന്റെ ചര്യ പിൻപറ്റണമെങ്കിൽ ആട് മേയ്ക്കണം. അതെ, ആട് മേയ്ക്കണം. അതും കാട്ടു ഞാൻ. യൂറോപ്പിൽ നിന്നൊക്കെ 100 കണക്കിന് ചെമ്മരിയാടിനെ അവരുടെ ഗുഹ്യഭാഗത്തെ രോമം മാത്രം വെട്ടിയിട്ട് അവിടെ കൊണ്ട് കൊടുത്തിരുന്നു. അത് എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ലേ? ആടിനെ ഭോഗിക്കാനാണ്. മനസ്സിലായില്ലേ? അത് പണ്ടൊരു തമാശ പറയും. ഒരു അറബി എയർപോർട്ടിൽ ചെന്നപ്പോ അറബിയോട് ഒരു പേര് ചോദിച്ചപ്പോ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞു. ഏജ് ചോദിച്ചപ്പോ 56 എന്ന് പറഞ്ഞു. സെക്സ് വെച്ചപ്പോ അറബി പറയാണ്, മിണ്ടുന്നില്ല. അപ്പൊ വീണ്ടും ആ സ്ത്രീ ചോദിച്ചു, എന്താ നിങ്ങളെ സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ? ഉടനെ ഇയാൾ പറയാണ്, സംടൈംസ് ഈവൻ ക്യാമൽ എന്ന്. എന്നുവെച്ചാല്
ആ മനുഷ്യൻ തന്നെ വേണമെന്നല്ലേ ഇവറ്റയ്ക്ക്, മനുഷ്യൻ തന്നെ വേണമെന്നല്ലേ ഇവർക്ക് ഭോഗം തീർക്കാൻ. ആടായാലും ഒട്ടകമായാലും ഇവരുടെ അടുത്ത് സേഫ് അല്ല. ഇത്രയ്ക്ക് കാമാന്ധമായ, അക്രമാസക്തമായ, അതീവ രൂക്ഷമായ മതവിശ്വാസം കൊണ്ട് നടക്കുന്ന ഇവർ സിറിയയിലേക്ക് കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ രണ്ടു കൂട്ടർ മതം മാറ്റുന്നുണ്ട്. ഒരു കൂട്ടരുടെ ഉദ്ദേശം മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് ഭൂമി കൈയടക്കുക എന്നുള്ളതാണെങ്കിൽ, അത് വളരെ സൈലന്റ് ആയിട്ട് ശാന്തിയുടെ കവചം വെച്ചിട്ടാണെങ്കിൽ, മറ്റേ കൂട്ടർ ചെയ്യുന്നത് ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ അയാളെ ഉടൻ തന്നെ മതത്തിന് വേണ്ടിയുള്ള പോരാളിയെ നിയമിക്കുകയാണ്. കാരണം അടിമകൾ പൊട്ടിത്തെറിച്ച് ചെത്താൽ കുഴപ്പമില്ല, സ്വന്തം വീട്ടുകാർ പോകാഞ്ഞാൽ മതി. ഞങ്ങൾ നോക്കൂ, ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട പി കോയുടെ മക്കൾ ആരെങ്കിലും ഈ സിറിയയിൽ പോയിട്ട് ആട് മേയ്ക്കുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ ഇവിടെ നല്ല വൃത്തിയായിട്ട് മാർബിൾ കച്ചവടവും അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നടത്തി ജീവിക്കുന്നവരായി. ഈ പോകുന്നവരൊക്കെ ആരാണ്? സത്യശരണിയിലൂടെ മതം മാറ്റം ചെയ്യപ്പെട്ട ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളെയോ ആണ് അവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിത്തെറിക്കാൻ വിധേയരാക്കുന്നത്. ഇങ്ങനെ ദുഷ്ടവും ക്രൂരവുമായ മത സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് തന്നെ അപകടകരമാണ്. അപ്പൊ മതം, ഈ ഇസ്ലാം മതം നിരോധിക്കുക എന്നുള്ളത് സാധ്യമാണോ? സാധ്യമല്ല. ഒരു മതവും നിരോധിക്കാൻ സാധ്യമല്ല. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെ സമാജത്തിന്, മറ്റു സമൂഹങ്ങൾക്ക് ഭീഷണി ആവാത്ത വിധം ചെത്തി ഒരുക്കുന്നതിൽ സർക്കാരുകൾക്ക് വലിയ പങ്കുണ്ട്. ആ പങ്ക് അവർ വഹിക്കാത്തിടത്തോളം കാലം ഇത്തരം ക്രൂരമായ ചിന്തകൾ ഈ മതങ്ങളിൽ നിന്നുണ്ടാവുക തന്നെ ചെയ്യും. ഓക്കെ.